കൊച്ചി നഗരത്തിലെ സ്വകാര്യ ബസ്സുകളുടെ സുരക്ഷയും അച്ചടക്കവും ഉറപ്പാക്കുന്നതിനായി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ IPSന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ഏകോപന യോഗം ചേർന്നു. ഡ്രൈവർമാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും യൂണിഫോമും നിർബന്ധമാക്കിയതിനൊപ്പം നിയമലംഘനങ്ങൾക്ക് ലഭിക്കുന്ന ചലാൻ തുക ഡ്രൈവർമാർ തന്നെ അടയ്ക്കണമെന്നും കമ്മീഷണർ. സ്വകാര്യ ബസ് ഉടമകളുടെ അസോസിയേഷൻ പ്രതിനിധികൾ, ഡ്രൈവർമാർ, ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ എന്നിവർ ഉൾപ്പെടെ ഏകദേശം 150 പേർ യോഗത്തിൽ പങ്കെടുത്തു. കൊച്ചി നഗരത്തിലെ സ്വകാര്യ ബസ് സർവീസുകളുമായി ബന്ധപ്പെട്ട പൊതുജന പരാതികൾ പരിഹരിക്കുന്നതിനും റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമായാണ് കൊച്ചി സിറ്റി പോലീസ് വിപുലമായ ബോധവൽക്കരണ ഏകോപന യോഗം ചേർന്നത്. എറണാകുളം DHQ ട്രെയിനിംഗ് സെന്ററിൽ വെച്ച് നടന്ന യോഗം സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ IPS ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് അടുത്തിടെ ബസ്സുകളുമായി ബന്ധപ്പെട്ടുണ്ടായ അപകടങ്ങൾ യോഗം വിലയിരുത്തി. അപകടങ്ങൾ എങ്ങനെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ട് അതിവേഗവും അശ്രാന്തപരവുമായ ഡ്രൈവിംഗിന്റെ അപകട ഫലങ്ങൾ കമ്മീഷണർ വിശദീകരിച്ചു. കൊച്ചി നഗരത്തിലെ ഒട്ടുമിക്ക സ്വകാര്യ ബസ്സുകൾക്കും നിരവധി ചലാൽ കേസുകൾ നിലനിൽക്കുന്നുണ്ടെന്നും ഇവ പലപ്പോഴും ഉടമകൾ അടക്കുന്നതുകൊണ്ട് ഡ്രൈവർമാരിൽ ആവശ്യമായ ശിക്ഷാനുഭവവും ഉത്തരവാദിത്വ ബോധവും രൂപപ്പെടുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. റോഡ് അപകടങ്ങൾ കുറയ്ക്കുകയും ട്രാഫിക് നിയമങ്ങൾ കർശനമായി പാലിക്കപ്പെടുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം പറഞ്ഞു. മോട്ടോർ സൈക്കിൾ യാത്രക്കാരുടെയും കാൽനട യാത്രക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുക, ഫുട്പാത്ത് പാർക്കിംഗ് ഒഴിവാക്കുക, ഭാരവാഹനങ്ങളുടെ സുരക്ഷിത ഗതാഗതം ഉറപ്പാക്കുക എന്നിവ സംബന്ധിച്ചും നിർദ്ദേശങ്ങൾ നൽകി. സ്വകാര്യ ബസ് ഡ്രൈവർമാർ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കരുതണമെന്നും നിർബന്ധമായി യൂണിഫോം ധരിക്കണമെന്നും വാഹനങ്ങളുടെ കാലാനുസൃത പരിപാലനം ഉറപ്പാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഓരോ ദിവസവും വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ വിവരങ്ങൾ ബസ് ഉടമകൾ രേഖപ്പെടുത്തി സൂക്ഷിക്കണമെന്നും അന്വേഷണ സാഹചര്യമുണ്ടായാൽ ഉടൻ തിരിച്ചറിയാൻ സാധിക്കണമെന്നും അറിയിച്ചു. മത്സരാടിസ്ഥാനത്തിലുള്ളതോ അതിവേഗമോ അശ്രാന്തപരമോ ആയ ഡ്രൈവിംഗ്, അനാവശ്യ ഹോൺ മുഴക്കൽ എന്നിവ അനുവദിക്കാനാവില്ലെന്ന് കമ്മീഷണർ മുന്നറിയിപ്പ് നൽകി. പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺമാരുടെയും കാൽനട യാത്രക്കാരുടെയും സുരക്ഷ, സീബ്ര ക്രോസിംഗുകളിൽ വാഹനം നിർത്തി കാൽനട യാത്രക്കാർക്ക് വഴിയൊരുക്കൽ എന്നിവയിൽ ഡ്രൈവർമാർ കൂടുതൽ ക്ഷമയും ഉത്തരവാദിത്തവും കാണിക്കണമെന്നും നല്ലൊരു ട്രാഫിക് സംസ്കാരം ജനങ്ങൾക്കിടയിൽ രൂപപ്പെടുത്തുന്നതിനായി എല്ലാവരും ആത്മാർത്ഥമായി പ്രവർത്തിക്കണമെന്നും യോഗം നിർദ്ദേശിച്ചു. എല്ലാ ബസ്സുകളുടെയും പുറത്തും ഉള്ളിലും CCTV ക്യാമറകൾ ഉണ്ടായിരിക്കേണ്ടതും അത് പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ട്രാഫിക് നിയമലംഘനങ്ങൾ മൂലമുണ്ടാകുന്ന ചലാനുകൾക്ക് ഡ്രൈവർമാർ വ്യക്തിപരമായി ഉത്തരവാദികളായിരിക്കുമെന്നും പൊതുജനങ്ങളോടും മറ്റ് റോഡ് ഉപഭോക്താക്കളോടും സൗമ്യമായി പെരുമാറ്റം പുലർത്തണമെന്നും അദ്ദേഹം ശക്തമായി നിർദ്ദേശിച്ചു. കൊച്ചി സിറ്റി DCP ഷെഹൻഷാ KS, ട്രാഫിക് ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് സബ് ഡിവിഷനുകളിലെ ACPമാർ, SHOമാർ, സ്വകാര്യ ബസ് ഉടമകളുടെ അസോസിയേഷൻ പ്രതിനിധികൾ, ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ എന്നിവർ ഉൾപ്പെടെ ഏകദേശം 150 പേരോളം യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ പള്ളുരുത്തി ഷോറൂമിന്റെ ഇനാഗുറൽ ഓഫറായിട്ട് ജനുവരി 11 മുതൽ ഫെബ്രുവരി 11 വരെ ഗോൾഡ് പർച്ചേസ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന 11 ഭാഗ്യശാലികൾക്ക് സമ്മാനമായി ഗോൾഡ് കോയിൻ ലഭിക്കുന്നതാണ്. ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയുടെ ഒരുപാട് കളക്ഷൻ നമ്മുടെ സെവൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അവൈലബിൾ ആണ്.